ഇന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതിക്കായി വിദേശത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു കേരള പോലീസ്. പ്രതി രാഹുൽ പി ഗോപാൽ ബംഗളൂരു വഴി വിദേശത്തേക്ക് കടന്നുവെന്നാണ് ഇപ്പോൾ അറിയുന്നത്. രാഹുലിൻ്റെ മാതാവിനെതിരെയുള്ള പെൺകുട്ടിയുടെ മൊഴി ഇന്ന് വന്നതും ഇന്നത്തെ വാർത്താപ്പകൽ കണ്ടു. രാഹുലിൻ്റെ മാതാവിൻ്റെയും സഹോദരിയുടെയും മൊഴി പോലീസ് ഉടൻ രേഖപ്പെടുത്തുമെന്നും അറിയുന്നു. രായ്ക്കുരാമാനം നാടുവിട്ട രാഹുൽ ജർമ്മനിയിലെത്തിയെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇതോടെ അന്വേഷണം വിദേശത്തേക്കും വ്യാപിപ്പിക്കുകയാണ് പോലീസ്. കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള തീരുമാനവും ഇന്നുണ്ടാകുമെന്നാണ് സൂചന. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പെൺകുട്ടിയുടെയും ബന്ധുക്കളുടെയും മൊഴി ഇന്നലെയാണ് അന്വേഷണ സംഘം വീട്ടിലെത്തി രേഖപ്പെടുത്തിയത്. മൊഴിയിലുള്ളത് രാഹുലിനും മാതാവിനുമെതിരായ ഗുരുതര ആരോപണങ്ങൾ. വിവാഹം കഴിഞ്ഞതിൻ്റെ ആദ്യ ദിവസം തന്നെ ഭർത്താവ് പെൺകുട്ടിയുടെ മൊബൈൽ വാങ്ങിവെച്ചു. അഭിനന്ദനമായി വന്ന സന്ദേശങ്ങൾ പോലും മോശമായി ചിത്രീകരിച്ചു. 12-ാം തീയതി പുലർച്ചെ യുവതിയെ മർദ്ദനത്തിനിരയാക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ രാഹുലിൻ്റെ അമ്മയും സുഹൃത്തും സഹോദരിയും അടക്കമുള്ളവർ ഉണ്ടായിരുന്നുവെന്നും ഇവരാരും തന്നെ സഹായിക്കാനായി എത്തിയില്ലെന്നും പെൺകുട്ടി മൊഴി നൽകി. കോഴിക്കോട് ബീച്ചിൽ ആദ്യമായി പോയപ്പോൾ ഭർത്തൃമാതാവ് തന്നോട് സംസാരിക്കുന്നില്ല എന്ന് രാഹുലിനോട് പറഞ്ഞു. ഇക്കാര്യം പറഞ്ഞ് രാഹുൽ തന്നെ മർദ്ദിച്ചുവെന്നും മൊഴിയിലുണ്ട്. ഭർത്താവും ഭർത്തൃമാതാവും സുഹൃത്തും ചേർന്ന് ഒരുമിച്ചിരുന്ന് മദ്യപിക്കാറുണ്ടെന്നും തന്നെ ബലം പ്രയോഗിച്ച് മദ്യം കുടിപ്പിച്ചപ്പോൾ താൻ ഛർദ്ദിച്ചുവെന്നും പെൺകുട്ടി മൊഴി നൽകി. 12-ാം തീയതി പുലർച്ചെ മർദ്ദിക്കുന്ന സമയത്ത് തനിക്ക് കൂടുതൽ സ്ത്രീധനത്തിന് അർഹതയുണ്ടെന്നും ഇനി എന്തെങ്കിലും കൂടി തരുമോ എന്ന് ചോദിച്ചാണ് രാഹുൽ ഉപദ്രവിച്ചതെന്നും പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. 8 പേജുള്ള മൊഴിയാണ് പെൺകുട്ടി അന്വേഷണ ഉദ്യോഗസ്ഥനായ ഫറോക്ക് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നൽകിയത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിൽ രാഹുലിന്റെ മാതാവിനെ അടക്കം പ്രതിയാക്കാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ബംഗളൂരു വഴി സിംഗപ്പൂരിലെത്തിയ രാഹുൽ ജർമ്മനിയിലേക്ക് കടന്നതായാണ് വിവരം. ഇതോടെ അന്വേഷണം രാജ്യത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കാനാണ് പോലീസ് തീരുമാനം. പ്രതിയെ പിടികൂടുന്നതിനായി ഇന്റർപോളിന്റെ സഹായവും തേടി. രാഹുലിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള നടപടിയും പോലീസ് ആരംഭിച്ചു. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയെന്ന് പെൺകുട്ടിയുടെ പിതാവ്. മാപ്പ് ചോദിച്ചതിൽ കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും ക്രൂരമായിട്ടുള്ളൊരു മർദ്ദനമല്ലേ. കേവലം ഒരു അടിയോ അല്ലെങ്കിൽ ഒരു പിച്ചോ അല്ലല്ലോ. ഇത് വധിക്കാൻ വേണ്ടി ആണല്ലോ ഇത്തരത്തിലുള്ള ക്രൂരമർദ്ദനം ചെയ്തത്. അതിൽ മാപ്പ് ചോദിച്ചതുകൊണ്ട് യാതൊരു അർത്ഥമില്ല. സംഭവത്തിൽ ഗവർണർ റിപ്പോർട്ട് തേടി. I have already given instructions to the Raj Bhavan to seek a report from the police headquarters about this. പ്രതി രാഹുലിന്റെ പന്തീരങ്കാവിലുള്ള വീട്ടിലെത്തി അന്വേഷണ സംഘം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. തുടരന്വേഷണത്തിൽ ഈ ദൃശ്യങ്ങൾ നിർണായകമാണ്. അതിനിടെ കേസിൽ പന്തീരങ്കാവ് പോലീസിന് വീഴ്ചയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ മുഖ്യപ്രതിയുടെ അറസ്റ്റിന് മുൻപ് തന്നെ പ്രതിയുടെ അമ്മയുടെ അടക്കം അറസ്റ്റുണ്ടാകാനുള്ള സാധ്യത അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. പെൺകുട്ടിയുടെ മൊഴി പരിശോധിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുൽ പി ഗോപാൽ ജർമ്മനിയിലെത്തിയെന്ന് സൂചന വരികയാണ്. രാഹുൽ ഗോപാലിനെ പിടികൂടാൻ കേരള പോലീസ് ഇന്റർപോളിന്റെ സഹായം തേടിക്കഴിഞ്ഞു. CBI വഴി ഇന്റർപോൾ സഹായം തേടി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ കത്ത് അയച്ചിട്ടുണ്ട്. രാഹുൽ ഗോപാലിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാനും പോലീസ് നടപടി ആരംഭിച്ചു എന്നാണ് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപക് തർമ്മടം തത്സമയം ചേരുന്നു കോഴിക്കോട് നിന്ന്. ദീപക്, എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് ഈ കാര്യത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്? SKN, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൊതുജനം കഴുതയല്ല പോലീസെ എന്ന് പറയേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ കേസിൽ നിൽക്കുന്നത്. കാരണം പോലീസിന്റെ തുടക്കത്തിലെ ജാഗ്രത കുറവ് ഒന്നുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഈ പ്രതി രാഹുൽ പി ഗോപാൽ രാജ്യം വിടുകയും ചെയ്തത്. പക്ഷേ എന്നാൽ പോലീസ് തിരച്ചിൽ നടപടിയിലേക്ക് കടന്നു. ശക്തമായ നടപടിയിലേക്ക് പോലീസ് നടപടി കടുപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഇന്ന് വൈകിട്ട് കിട്ടിയ വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുലിന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം മരവിപ്പിക്കാൻ പോകുന്നു. അതിനുവേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു. കത്ത് നൽകി കഴിഞ്ഞു. കേരളത്തിൽ രാഹുൽ ഉപയോഗിച്ചിരുന്ന ICICI ബാങ്ക് അക്കൗണ്ട് ആയിരുന്നു. ആ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്
രാജ്യത്തിന് പുറത്ത് രാഹുലിനെ പിടികൂടാൻ വേണ്ടിയാണ് ഇന്റർപോളിന്റെ സഹായം തേടിയിരിക്കുന്നത്. അതായത് രാജ്യാന്തര ഉടമ്പടി പ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്ത് രാജ്യം വിട്ട് മുങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ചട്ടമുണ്ട്. ആ ചട്ടത്തിന്റെ സാധ്യതയാണ് ഇപ്പോൾ സിറ്റി പോലീസ് ഉപയോഗിച്ചിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട കത്തയച്ചു. കേരളത്തിന്റെ ഇന്റർപോൾ നോഡൽ ഏജൻസി ക്രൈംബ്രാഞ്ചാണ്. അത് ഇന്ത്യയുടെ നോഡൽ ഏജൻസിയായ CBIക്ക് കത്ത് കൈമാറി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇതേ സമയത്ത് ഇന്ന് പോലീസിനെ ഞെട്ടിച്ചെത്തിയ വിവരം രാഹുൽ ജർമ്മനിയിലെത്തി എന്നുള്ളതാണ്. അതായത് ഇന്നലെ രാഹുൽ സിംഗപ്പൂർ എത്തി എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചത്. എന്നാൽ സിംഗപ്പൂരിൽ നിന്നും ജർമ്മനിയിൽ അയാളുടെ ജോലി സ്ഥലത്തെത്തി എന്നുള്ളതാണ്. വളരെ കൃത്യമായി പറഞ്ഞാൽ പോലീസിന്റെ ജാഗ്രത കുറവ് ഒന്നുകൊണ്ട് മാത്രമാണ് പ്രതിക്ക് രാജ്യം വിടാൻ സാധിച്ചത്. പക്ഷേ എന്നാൽ പോലീസ് കൃത്യമായ നടപടിയിലേക്ക് കടന്നു. അതുകൊണ്ട് തന്നെ SHOവിനെ ഇന്നലെ സസ്പെൻഡ് ചെയ്തു. ഇന്നാണെങ്കിൽ ഈ രീതിയിൽ ഈ ഇന്റർപോളിന്റെ സഹായം തേടുകയും ഒപ്പം ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കലിലേയും കടന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഒരു പ്രതി മാത്രമാണ് നിലവിലുള്ളത്, രാഹുൽ P. ഗോപാൽ മാത്രമാണ്. പക്ഷേ 3 പ്രതികൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യതകളെ കുറിച്ചുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഈ ഇരയുടെ മൊഴി അത്രമേൽ വേദനിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ സെക്ഷൻസ് പ്രകാരം ഗാർഹിക പീഡനം നടന്നു എന്നുള്ള തെളിവുകൾ നിരത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിൽ അത്തരത്തിലുള്ള കൂടുതൽ പ്രതികളെ ചേർക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. SKN. ഓക്കെ, താങ്ക് യു ദീപക്. നമ്മുടെ മുഹമ്മദ് അനു പറയുന്നു SKN വിരലിന് പകരം നാവ് ശസ്ത്രക്രിയ ചെയ്തു, കഴുത്തിലാണെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന് ചോദിക്കുന്നു. നമുക്ക് ഈ ഡോക്ടേഴ്സിനെല്ലാം ഒരുപോലെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതിനിടയിൽ വളരെ വിചിത്രമായ ഒരു കാര്യം TK മനോജ് പറയുന്നു. കുട്ടിയുടെ നാവിൻ്റെ അടിയിൽ ഓപ്പറേഷൻ ചെയ്ത് വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല, അത് ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യേണ്ടതാണ്, അത് വളരെ അത്യാവശ്യമാണ്, അനുഗ്രഹവുമാണ് ഇത്, അതുകൊണ്ട് നേരത്തെ സംസാരിക്കുമെന്നൊക്കെയാണ് TK മനോജ് പറയുന്നത്. എനിക്ക് അതിൻ്റെ ശാസ്ത്രീയത അറിയില്ല, ഇത് വിവരക്കേടാണോ അതോ ജ്ഞാനം വെച്ചുള്ള അഭിപ്രായമാണോ എന്ന് അറിയില്ല. എന്തായാലും ഡോക്ടേഴ്സായിട്ടുള്ള ഒരുപാട് പ്രേക്ഷകർ ഇത് കാണുന്നുണ്ടല്ലോ, നിങ്ങൾ മറുപടി പറയുക. ഇനി ഇടവേള കഴിഞ്ഞു വരുമ്പോൾ BSc നഴ്സിംഗ് പ്രവേശനത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇരുട്ടടിയായി ഒരു സർക്കാർ നിലപാട് വരുന്നു എന്ന വാർത്തയിലേക്കാണ് നമ്മൾ നിങ്ങളെ ക്ഷണിക്കുക. ആദ്യം ബ്രേക്ക്.